ഇന്നത്തെ കാലത്ത് നമ്മുടെ ബിസിനസ് വിജയിക്കണമെങ്കിലും അത് സ്കെയിലപ്പ് ആവണമെങ്കിലും ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇതിലെ ഏറ്റവും പ്രധാനമായ 12 കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതൊന്നും ഞങ്ങളുടെ ബിസിനസ്സിന് വേണ്ട, ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെയൊന്നും അല്ല ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചില ചിന്തകൾ വന്നേക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മുടെ പിതാമഹന്മാരും മറ്റും ചെയ്തിരുന്ന കാലത്തെ കസ്റ്റമേഴ്സ് അല്ല ഇന്നത്തെ കസ്റ്റമേഴ്സ്. സോ ഇന്നത്തെ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായി നമുക്കൊരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ വേണം. നമ്മുടെ ബിസിനസ് സ്ഥാപനം എത്ര ആർഭാടമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ഗൂഗിൾ പ്രസൻസ് വേണം. തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണം. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ സെയിൽസ് ഇനി അർഹതയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത കാര്യം, രണ്ടാമത്തത്, ഒരു ബിസിനസ് ഇമെയിൽ ID നമുക്ക് നമ്മുടെ പ്രൊഫഷണലായിട്ട് നമുക്ക് ഒരെണ്ണം വേണം. നമ്മൾ ജിമെയിലിൽ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ഒന്നും അയക്കരുത്. അതിന് ഒരു വില കുറവുണ്ട്. ആർക്കും ചെയ്യാൻ പാടില്ല ജിമെയിൽ. അതല്ല, നമ്മുടെ ഫേമിന് നമ്മുടെ ബിസിനസ് മെയിൽ ID വേണം. പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അതിൽ വേണം ചെയ്യാൻ. അടുത്തത്, ക്ലൗഡ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കണം. ഇത്തരം ഓപ്പർച്യൂണിറ്റീസിന് നേരെ നമ്മൾ കണ്ണടയ്ക്കരുത്. പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് അതും ക്ലൗഡിൽ ചെയ്യാൻ സാധിക്കണം. വ്യക്തമായ അക്കൗണ്ടിങ് ബിസിനസ്സിന് വേണം. പിന്നെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് വേണം. നിസ്സാര എമൗണ്ടിന് അത് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. സോ അതൊരു കുറവാകരുത്. അത് തീർച്ചയായിട്ടും നമുക്ക് വേണം. പിന്നെ മറ്റൊരു പ്രധാന ആവശ്യമാണ് CRM. ഒരുപാട് ഫ്രീ CRMകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ എമൗണ്ട് കൊടുത്ത് CRM ഒന്നും ആദ്യമേ നമ്മൾ പർച്ചേസ് ചെയ്യരുത്. അതിനുവേണ്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ഒന്നും കാണരുത്. അത് നമുക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാക്കും. ഫ്രീ CRM യൂസ് ചെയ്യുക. കുറച്ച് കാലം അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട സ്പെസിഫിക് നീഡുകൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം മാത്രം നമുക്ക് വേണ്ടി ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് വേണം. അതിൻ്റെ സോഫ്റ്റ്വെയർസ് തീർച്ചയായിട്ടും നമുക്ക് വേണം. പിന്നെ നമ്മൾ നിർണായകമായ ഡിസിഷൻസ് മുതൽ ചെറിയ ഡിസിഷൻസ് വരെ എടുക്കുന്നത് ഡാറ്റ ബേസ്ഡ് ആയിരിക്കണം. അതല്ലാതെ നമ്മുടെ ഒരു ഗട്ട് ഫീൽഡൊന്നും തീരുമാനങ്ങൾ എടുത്ത് കളയരുത്. ഡാറ്റ ബേസ്ഡ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ മൊത്തം ഡിജിറ്റലായിരിക്കണം. നമ്മുടെ CRM വഴി നമുക്കറിയാം ഏത് സ്റ്റാഫിനാണ് നമ്മൾ നല്ല സാലറി കൊടുക്കേണ്ടത്, ഏത് സ്റ്റാഫിനാണ് കളയേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാഫ്സ് നമുക്കിനി വേണം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡാറ്റ ബേസ്ഡ് ആയിട്ട് മാത്രം ഡിസിഷൻ എടുക്കണം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ സിമ്പിളായിട്ട് ഏതാനും ഒരു മിനിറ്റ് കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ചില ആളുകളോടൊക്കെ അവരുടെ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചാണ്ടല്ലോ നമ്മൾ പെട്ടുപോകും. അവരാശയൊരു ഹിമാലയത്തിൽ നിന്ന് തുടങ്ങും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം നിങ്ങൾക്ക് ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം അറിയാൻ വയ്യ എന്ന് തന്നെ. അപ്പോൾ നമ്മുടെ ബിസിനസ്, നമ്മുടെ ഓഫർ നമ്മൾ എങ്ങനെയാണ് സമൂഹത്തെ സഹായിക്കുന്നത് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. പിന്നെ കസ്റ്റമർ ടച്ച് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ നമ്മൾ വളരെ സെൻസിബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ അയാളെ ആദ്യം സമീപിക്കുന്ന വ്യക്തി ആരാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചാറ്റ് ബോട്ടുകളായിരിക്കും അവർ സ്വീകരിക്കുക. നമ്മുടെ ഓഫീസിലേക്കാണെങ്കിൽ നമ്മുടെ റിസപ്ഷൻ ആയിരിക്കും. ഈ ഫസ്റ്റ് ടച്ച് പോയിന്റ് വളരെ സെൻസിബിളാണ്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. കസ്റ്റമറുടെ ആദ്യ സമീപനം മുതൽ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങും വരെയുള്ള ടച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഈ ഓരോ ടച്ച് പോയിൻറ്റ്സ് അത് ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. എത്ര ടച്ച് പോയിൻ്റ് ഉണ്ടോ അതെല്ലാം സ്മൂത്ത് ആയിരിക്കണം. ഒരു എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ ഫോണിലേക്ക്, ഓഫീസ് ഫോണിലേക്ക് ഒരു കസ്റ്റമർ ഫോൺ വിളിക്കുന്നു, ആരും എടുക്കുന്നില്ല, പലതവണ വിളിച്ചു, അവർ ബാഡ് ഇംപ്രഷനാണ്. ഇതേപോലുള്ള ടച്ച് പോയിൻറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സെൻസിബിൾ ആയിരിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ആവശ്യമാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ല, സോഷ്യൽ മീഡിയ പ്രസൻസ്. നമ്മുടെ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലൊക്കെ നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രസൻസ് വേണം. നിരന്തരം പോസ്റ്റ് വേണം. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇനി ഒടുവിലായിട്ട് പറയാനുള്ളത്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയ ആധുനിക കാലത്തെ മെത്തേഡുകൾ ഉപയോഗിക്കണം.
അതിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മളും ഉപയോഗിക്കണം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുവായാൽ ഉറപ്പിച്ച് പറയാം, ആ ബിസിനസ്സിന് യാതൊരു തട്ടുകേടും സംഭവിക്കില്ല. അത് നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കും.